മട്ടാഞ്ചേരി വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവത്തിന് തിരിതെളിഞ്ഞു. 4 ദിവസങ്ങളിലായി മട്ടാഞ്ചേരി TD ഹൈസ്കൂൾ, ഗവൺമെന്റ് ഗേൾസ് സ്കൂൾ എന്നിവിടങ്ങളിലാണ് കലാമേള അരങ്ങേറുന്നത്. വിദ്യാർത്ഥികളുടെ മനോഹരമായ രംഗപൂജയോടെ ആരംഭിച്ച കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം പ്രശസ്ത സിനിമാ താരം മീന രാജ് നിർവഹിച്ചു. വിവിധ കലാരൂപങ്ങളുടെയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും വേഷധാരികളായി വിദ്യാർത്ഥികൾ അണിനിരന്ന ഘോഷയാത്രയും വർണ്ണാഭമായി. മട്ടാഞ്ചേരി TD ഹൈസ്കൂൾ, ഗവൺമെന്റ് ഗേൾസ് സ്കൂൾ എന്നിവിടങ്ങളിലായി 4 ദിവസങ്ങളിലായി നടക്കുന്ന മട്ടാഞ്ചേരി വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവത്തിനാണ് വർണ്ണശബളമായി തുടക്കം കുറിച്ചത്. രാവിലെ ഘോഷയാത്ര ആരംഭിച്ച മട്ടാഞ്ചേരി മുനിസിപ്പൽ ടൗൺ ഹാളിലേക്ക് വിദ്യാർത്ഥികളും അധ്യാപകരും എത്തിച്ചേർന്നു. വിവിധ കലാരൂപങ്ങളുടെയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും വേഷധാരികളായി വിദ്യാർത്ഥികൾ ഘോഷയാത്രയിൽ അണിനിരന്നു. കൊച്ചി MLA KJ മാക്സി, പ്രശസ്ത സിനിമാ താരം മീന രാജ്, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ N സുധ, ഡിവിഷൻ കൗൺസിലർമാരായ മനാഫ്, ആന്റണി കുരീത്തറ, രഘുറാം ജി പൈ, പള്ളൂരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി തമ്പി, കുംബ്ലങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫ്, മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങളും ഘോഷയാത്രയുടെ മുൻനിരയിൽ അണിനിരന്നു. ഘോഷയാത്ര TD ഹൈസ്കൂളിൽ പ്രവേശിച്ചപ്പോൾ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സുധ N കലോത്സവത്തിന്റെ പതാക ഉയർത്തി. തുടർന്ന് TD സ്കൂളിന്റെ ഡയമണ്ട് ജൂബിലി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഉപജില്ലാ കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നടത്തിയത്. TTI വിദ്യാർത്ഥികളുടെ മനോഹരമായ രംഗപൂജയോടെ കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടന ചടങ്ങിന് തുടക്കം കുറിച്ചു. പള്ളൂരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി തമ്പി കലോത്സവ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ കുട്ടികളിലുള്ള കഴിവുകൾ അത് പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള അവസരങ്ങൾ എല്ലാ കുട്ടികളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടേതായ കഴിവുകൾ പങ്കുവെച്ചുകൊണ്ട് വിജയവും തോൽവിയും പ്രശ്നമല്ല എന്ന് മനസ്സിൽ കണക്കാക്കിക്കൊണ്ട് ഒരു ആത്മവിശ്വാസത്തോടുകൂടി തങ്ങളുടേതായ കല അവതരിപ്പിക്കുമ്പോൾ ഏറ്റവും നന്നായിട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ആത്മവിശ്വാസത്തോടുകൂടി കുട്ടികൾക്ക് വേദി അവതരിപ്പിക്കുവാൻ കഴിയട്ടെ. പ്രശസ്ത സിനിമാ താരം മീന രാജ് ഉദ്ഘാടനം നിർവഹിച്ചു. സാധാരണ ചെറിയ പ്രായത്തിലൊക്കെയാണ് ആളുകൾ സിനിമാ രംഗത്തേക്കൊക്കെ വരുന്നത്. ഞാനെൻ്റെ 70-ാം കാലത്തിലാണ് സിനിമയിലേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അർത്ഥമുണ്ട്. എന്താണ്? നമുക്ക് കിട്ടാത്തതിനെ കുറിച്ച് നാം ഉത്കണ്ഠപ്പെടേണ്ട. നമുക്കുള്ളതാണെങ്കിൽ അത് അവിടെ ഉണ്ടാവും. അതുകൊണ്ടാണ് എനിക്ക് 70-ാം വയസ്സിൽ സിനിമയിൽ വരാറുള്ളത്, അല്ലേ? കുംബ്ലങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. ഡിവിഷൻ കൗൺസിലർ ആന്റണി കുരീത്തറ ലോഗോ വിജയിക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. അക്ഷത കമ്മത്താണ് ലോഗോ വിജയിയായത്. അറബി കലോത്സവത്തിന്റെ ഉദ്ഘാടനം ഡിവിഷൻ കൗൺസിലർ KA മനാഫും സംസ്കൃത കലോത്സവത്തിന്റെ ഉദ്ഘാടനം TD സ്കൂൾ മാനേജർ അവിനാഷ് P യും നിർവഹിച്ചു. ഡിവിഷൻ കൗൺസിലർ രഘുറാം ജി പൈ, സ്കൂൾ ഹെഡ് മാസ്റ്റർ ഷേണായി R, ഫിനാൻസ് കൺവീനർ ആന്റണി MS, KSTA ജില്ലാ വൈസ് പ്രസിഡന്റ് TK ഷിബു, മൈക്കിൾ MM, L ശ്രീകുമാർ, സഹൽ അലി, ബിജു ഈപ്പൻ, സതീഷ് S പ്രഭു, A സുമയ്യ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. അക്കാദമിക മികവിനോടൊപ്പം പൊതുവിദ്യാഭ്യാസ വകുപ്പ് കുട്ടികളുടെ സർഗശേഷികൾ പരിപോഷിപ്പിക്കുന്നതിൽ ഏറ്റവും അധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായാണ് വിവിധ മേളകൾ, ശാസ്ത്രമേളയും അതുപോലെ കായികമേളയും കലാമേളയും എല്ലാം എല്ലാ വർഷവും സംഘടിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,